ഹലോ നമസ്കാരം, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഇളനീർ പുഡിംഗ് ആണ് കേട്ടോ. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു പുഡിംഗ് ആണ്, എളുപ്പത്തിൽ ഉണ്ടാക്കുകയും ചെയ്യാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഈ ഒരു പുഡിങ്ങിന് വേണ്ടിയിട്ട് ഞാനിവിടെ 10 ഗ്രാം അളവിൽ ചൈന ഗ്രാസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം ഇളനീരിൻ്റെ വെള്ളം എടുത്തിട്ട് അതൊന്ന് ജെല്ലിയാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് 5 ഗ്രാം അളവിൽ ചൈന ഗ്രാസ് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊരു 10 മിനിറ്റ് സമയം നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് കുതിർക്കാനായിട്ട് വെക്കണം. ഒരു അര കപ്പ് അളവിൽ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഇതൊന്നൊരു 10 മിനിറ്റ് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ വെള്ളം എടുക്കണം. അപ്പോൾ ഇത് പൊട്ടിച്ചിട്ട് ഇതിൻ്റെ ഉള്ളിലത്തെ വെള്ളം ആദ്യം നമുക്ക് ജെല്ലിയാക്കി എടുക്കണം. അതിന് ശേഷമാണ് നമ്മൾ ഇതിൻ്റെ പൾപ്പൊക്കെ എടുക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഇതിൻ്റെ വെള്ളം ഒന്ന് അരിപ്പയിലൂടെ അരിച്ചെടുക്കാം. അപ്പോൾ നമ്മളിങ്ങനെ കട്ടയുടെ സമയത്ത് അതിൻ്റെ നാരൊക്കെ അതിൻ്റെ ഉള്ളിലേക്ക് പോയിട്ടുണ്ടാകും. അപ്പോൾ അതൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഇത് അരിച്ചെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഒരു പാൻ സ്റ്റവിൽ വെച്ചിട്ടൊന്ന് ചൂടാക്കുക. അതിലേക്ക് നമുക്ക് ചൈന ഗ്രാസ് ഒന്ന് ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മൾ മെൽറ്റ് ചെയ്യാനല്ല, നമ്മളൊന്ന് കുതിർക്കാനായിട്ട് വെച്ചിട്ടുള്ള ചൈന ഗ്രാസ് നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ടൊന്ന് ഒന്ന് മെൽറ്റ് ചെയ്തിട്ട് എടുക്കണം. നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇത് നമുക്കിത് നന്നായിട്ടൊന്ന് ഉരുകി വരുന്ന സമയത്ത് ഇതൊന്ന് അരിച്ചെടുക്കണം കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ ജെല്ലിയാക്കി എടുക്കുന്ന സമയത്ത് അതിലൊന്നും തരികളൊന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് വീണ്ടും ഒന്ന് അരിച്ചെടുത്തിട്ട് അതേ പാനിലേക്ക് തന്നെ വീണ്ടും ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി വീണ്ടും നമുക്കിതൊന്ന് ചൂടാക്കിയിട്ട് എടുക്കണം. ഇതൊന്ന് ചൂടായിട്ട് വരുന്ന സമയത്ത് തന്നെ നമുക്ക് ആ ഒരു വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇളനീരിൻ്റെ വെള്ളമാണ്, 1.5 കപ്പ് അളവിൽ വെള്ളം ഉണ്ട് കേട്ടോ. അത് 250 ml അളവ് കപ്പിൽ 1.5 കപ്പ് വെള്ളമാണ് നമ്മൾ ഇളനീരിൻ്റെ വെള്ളം കിട്ടിയിട്ടുള്ളത്. ഇനി ഇതിലേക്ക് മധുരത്തിന് വേണ്ടിയിട്ട് 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മധുരമൊക്കെ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് മാറ്റം വരുത്താം കേട്ടോ. അപ്പോൾ ഇളനീരിൻ്റെ വെള്ളത്തിന് എത്ര മധുരം ഉണ്ടെന്ന് നോക്കിയിട്ട് അതനുസരിച്ചിട്ട് മധുരം ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഒരു പഞ്ചസാരയൊക്കെ നല്ലതുപോലെ ഉരുകി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഏത് പാത്രത്തിലാണ് സെറ്റ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ ഒരു പുഡിംഗ് ട്രേ ആണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിലേക്ക് തന്നെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നമുക്ക് ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കാം. നല്ലതുപോലെ ചൂടാറിയതിന് ശേഷം നമുക്കിത് ഫ്രിഡ്ജിലേക്ക് വയ്ക്കാം. ഫ്രീസറിലൊന്നും വെക്കേണ്ട, താഴെ തന്നെ വെച്ച് ഒരു 2-3 മണിക്കൂർ കഴിയുമ്പോഴത്തേക്കും നമുക്കിത് നല്ലപോലെ സെറ്റായി കിട്ടും. ഇനി നമുക്കിതിൻ്റെ കരിക്കിൻ്റെ ഒരു പൾപ്പൊക്കെ എടുത്തിട്ടുണ്ട്. ഇതൊരു മിക്സിൻ്റെ ജാറിലേക്ക് നമുക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ പൾപ്പ് എടുക്കുന്ന സമയത്ത് അതിൻ്റെ ബാക്കിലത്തുള്ള ഒരു കാപ്പി കളർ ഉള്ളതൊക്കെ കളയണം കേട്ടോ. നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. നല്ല ഫൈനായിട്ട് തന്നെ നമുക്കിത് അരച്ചെടുക്കണം. ഇനി വീണ്ടും നമുക്കൊരു പാൻ സ്റ്റവിൽ വെച്ച് കൊടുത്തിട്ട് നമുക്ക് ബാക്കിയുള്ള 5 ഗ്രാം ചൈന ഗ്രാസ് ഉണ്ടല്ലോ, നമ്മൾ ആദ്യം ചെയ്തതുപോലെ തന്നെ ഒരു പാത്രത്തിൽ അര കപ്പ് വെള്ളത്തിൽ ചൈന ഗ്രാസ് പൊട്ടിച്ചിങ്ങനെ ഇട്ട് കൊടുത്തിട്ട് ഒരു 10 മിനിറ്റ് ഒന്ന് കുതിർന്ന് കിട്ടാനായിട്ട് മാറ്റി വയ്ക്കുക. എന്നിട്ട് ഇതുപോലെ സ്റ്റവിലേക്ക് വെച്ച് കൊടുത്തിട്ട് ഒന്ന് ഉരുക്കിയെടുക്കുക കേട്ടോ. നല്ലതുപോലെ ഒന്ന് മെൽറ്റ് ചെയ്തിട്ട് എടുക്കുക. ഈ ഒരു പുഡിങ്ങിന് 10 ഗ്രാം ചൈന ഗ്രാസ് ആണ് എടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ അത് അരിച്ചെടുത്തിട്ട് വീണ്ടും ആ ഒരു പാനിലേക്ക് തന്നെ ഒഴിച്ചു കൊടുക്കുകയാണ്. അതിനുശേഷം നമുക്കിതിലേക്ക് പാൽ ചേർത്ത് കൊടുക്കാം. 1/2 ലിറ്റർ അളവിലാണ് പാല് ഇതിലേക്ക് എടുത്തിട്ടുള്ളത്. പാലും ഇതും ഒക്കെ ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കുക. അപ്പോൾ ഈ ചൈന ഗ്രാസിന് പകരമായിട്ട് നമുക്ക് അഗർ എന്നുള്ളൊരു പൗഡർ കിട്ടും. അതേപോലെ ചൈന ഗ്രാസിൻ്റെ പൗഡർ കിട്ടും. അതിനൊക്കെ പൗഡർ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അത് ഇട്ട് കൊടുത്താലും മതി. ഇനി നമുക്കിതിലേക്ക് മധുരത്തിന് വേണ്ടിയിട്ട് കണ്ടൻസ്ഡ് മിൽക്കാണ് കേട്ടോ ചേർക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് പഞ്ചസാര എടുത്തിട്ടുണ്ടെങ്കിൽ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഇതിലേക്ക് കണ്ടൻസ്ഡ് മിൽക്ക് എന്നെ എടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. അതാണ് ശരിക്കും ഇതിൻ്റെ ഒരു ടേസ്റ്റ് വരിക. ഇനി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരു കണ്ടൻസ്ഡ് മിൽക്കൊക്കെ നന്നായിട്ടൊന്ന് ഇതിൽ യോജിച്ച് വരുന്ന രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തിട്ടൊന്ന് ചൂടാക്കിയിട്ട് എടുക്കുക. ഇനി നമുക്കിതിലേക്ക് അരിച്ച് വെച്ചിട്ടുള്ള കരിക്കിൻ്റെ പൾപ്പ് അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇതെല്ലാതും കൂടെ ഒന്ന് യോജിച്ച് ഒന്ന് കുറുകി വന്നതിന് ശേഷം നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഒരുപാട് സമയം നമ്മളിത് കുറുക്കിയെടുക്കേണ്ട, കാരണം ഇതിങ്ങനെ പെട്ടെന്ന് തന്നെ തിക്കായിട്ട് വരും. അപ്പോൾ ഒരു ചെറുതായിട്ടൊരു ലൂസായിട്ടുള്ള പരുവത്തിൽ വേണം നമ്മളിത് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ആദ്യം നമ്മൾ കരിക്കിൻ്റെ വെള്ളം ജെല്ലിയാക്കാൻ വെച്ചത് ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിതൊരു ഓവർനൈറ്റ് ആണ് കേട്ടോ വെച്ചത്. അപ്പോൾ ഒരു 3 മണിക്കൂറൊക്കെ ആകുമ്പോഴത്തേനും സെറ്റായി കിട്ടും. എന്നിട്ട് ഇതിങ്ങനെ കട്ട് ചെയ്തിട്ട് എടുക്കുക. നല്ലപോലെ ശ്രദ്ധിച്ചിട്ട് വേണം ഇത് കട്ട് ചെയ്തിട്ട് എടുക്കാനായിട്ട്, കാരണം അത് പെട്ടെന്ന് തന്നെ ഇങ്ങനെ ഉടഞ്ഞു പോകുന്ന രീതിയിലാണ്. അപ്പോൾ നല്ലതുപോലെ ശ്രദ്ധിച്ചിങ്ങനെ കട്ട് ചെയ്തിട്ട് എടുക്കുക. ഞാനിതെല്ലാതും ഇങ്ങനെ കട്ട് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ പുഡിങ് ഏത് പാത്രത്തിലാണ് സെറ്റ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലേക്ക് നമുക്ക് പാലിൻ്റെ ഒരു മിക്സ് ഒഴിച്ച് കൊടുക്കുക. ഞാൻ ഈ ഒരു പാത്രത്തിൽ തന്നെയാണ് സെറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. അതിനുശേഷം ഞാൻ കരിക്കിൻ്റെ ഒരു പൾപ്പൊക്കെ കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഈ ഒരു പുഡിങ്ങിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചിട്ട് എടുക്കാം. അപ്പോൾ ഒരു 4 മണിക്കൂറൊക്കെ ഇരിക്കുകയാണെങ്കിൽ നല്ലതുപോലെ സെറ്റായിട്ട് നമുക്ക് കട്ട് ചെയ്തിട്ടൊക്കെ എടുക്കാൻ പറ്റും.
അതെല്ലാം ഇങ്ങനെ കോരി കഴിക്കാനാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു 2 മണിക്കൂറൊക്കെ കഴിയുമ്പോൾ എടുത്തിട്ട് ഇതേപോലെ കോരി കഴിക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇളനീർ പുഡിങ്ങിൻ്റെ റെസിപ്പി. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ ഫീഡ്ബാക്ക് കൂടിയിട്ട് കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ. പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.